നമസ്കാരം. പ്രിയ വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്ന വിദേശ ശക്തികളെ കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാസിന്റെ അവസാനം ടീച്ചർ തന്ന അസൈൻമെന്റ് വർക്കൊക്കെ നിങ്ങൾ ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാഠം നന്നായി വായിച്ചില്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്ന അടുത്ത വിദേശ ശക്തികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡച്ചുകാർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് ഡച്ചുകാർ? നെതർലൻഡിൽ അല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് ഡച്ചുകാർ എന്ന് അറിയപ്പെടുന്നത്. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്ന രണ്ടാമത്തെ കൂട്ടരാണ് ഡച്ചുകാർ. ഡച്ചുകാർ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായിട്ട് വന്നതാണ്. അവരും നമ്മുടെ നാട്ടിൽ ചില വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ കൊല്ലവും കൊച്ചിയുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച് വേർ കൊല്ലം ആൻഡ് കൊച്ചി. പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗോവ, ദാമൻ ആൻഡ് ദീവ്. ഡച്ചുകാരുടേത് കൊല്ലവും കൊച്ചിയും. ഇനി ഡച്ചുകാരും നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് ചില സുപ്രധാന സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാം ഔഷധ സസ്യങ്ങളുണ്ട്? തുമ്പ, തുളസി, പനിക്കൂർക്ക, ഇതുപോലുള്ള ധാരാളം ഔഷധ സസ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ഡച്ചുകാർ പഠനം നടത്തുകയും മഹത്തായ ഒരു ഗ്രന്ഥം തയ്യാറാക്കുകയും ചെയ്തു. ഡച്ചുകാരിൽ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്ന് അറിയണ്ടേ? വാൻ റീഡ്, അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡാണ് ഈ മഹത്തായ ഗ്രന്ഥം തയ്യാറാക്കുന്നതിന് നേതൃത്വം എടുത്തത്. എന്താണ് ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ പേര്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ബുക്ക്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരം നൽകുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ ബുക്കിന്റെ പേരാണ് ഹോർത്തൂസ് മലബാറിക്കസ്. It was Van Reed, the Dutch governor, who compiled the book Hortus Malabaricus, a book on the medicinal plants of Kerala. ഇനി ഡച്ചുകാർക്ക് തന്നെത്താനെ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു ബുക്ക് തയ്യാറാക്കുക ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഭാഷയൊക്കെ വശം വേണം. അതുകൊണ്ട് ധാരാളം ആളുകൾ ഈ പ്രവർത്തനത്തിൽ ഭാഗഭാക്കായി. ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇട്ടി അച്യുതൻ വൈദ്യരാണ്. ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണ് വാൻ റീഡ്, ഡച്ച് ഗവർണറായ വാൻ റീഡ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥം തയ്യാറാക്കിയത്. ഇനി എവിടെ നിന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചതെന്ന് അറിയണ്ടേ? നെതർലൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് വർക്ക് തരികയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. ഈ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള നാട്ടറിവുകൾ ശേഖരിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. Collect the folk wisdom on the medicinal plants in your locality and prepare a magazine on it. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഐതിഹാസികമായ, വളരെ ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തെ കുറിച്ചാണ്. എന്താണ് കുളച്ചൽ യുദ്ധം? ആരാണ് കുളച്ചൽ യുദ്ധത്തിൽ പങ്കെടുത്തവർ? എന്നാണ് ഇത് നടന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. 1741 തിരുവിതാംകൂറിലെ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. എന്തിനെന്നറിയണ്ടേ? കച്ചവട സംബന്ധമായ തർക്കങ്ങളാണ് കാരണം. ഈ കച്ചവട സംബന്ധമായ തർക്കങ്ങൾ കാരണം കുളച്ചലിൽ വെച്ച് ഡച്ചുകാരും തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. എവിടെയാണ് കുളച്ചൽ? കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം. 1741 കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധമായതുകൊണ്ട് അതിനെ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നു. ആരൊക്കെ തമ്മിലാണ്?
ഡച്ചുകാരും തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയും. ഈ യുദ്ധത്തിൽ ഒരു നാട്ടുരാജാവായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. In 1741, in the Battle of Kolachal, Marthandavarma, the king of Travancore, defeated the Dutch and the Dutch lost their ground in India. The Dutch were also known as Lendens. ഡച്ചുകാർക്ക് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു, ലന്തക്കാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരെന്തായിരുന്നു? പറങ്കികൾ. അതേപോലെ ഡച്ചുകാരുടെ മറ്റൊരു പേരാണ് ലന്തക്കാർ. they were also known as Lendens. ഇപ്പൊ എന്തൊക്കെയാണ് ഡച്ചുകാരെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ, ദ മേജർ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഡച്ച്, കൊല്ലം ആൻഡ് കൊച്ചി. പിന്നീട് നമ്മൾ കണ്ടത് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദി മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ദ ഡച്ച് ഗവർണർ വാൻ റീഡ് ആണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഇതിനെ സഹായിച്ചത് കേരളത്തിൽ നിന്നുള്ള ഇട്ടി അച്യുതൻ വൈദ്യർ. The Dutch governor Van Reed compiled the book Hortus Malabaricus with the help of ഇട്ടി അച്യുതൻ വൈദ്യർ. പിന്നീട് നമ്മൾ കാണുന്നത് ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741. ഡച്ചുകാരും അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. കച്ചവട സംബന്ധമായ തർക്കങ്ങളാണ് കാരണം. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ഡച്ചുകാർക്ക് ഇന്ത്യയിലുള്ള അവരുടെ ഗ്രൗണ്ട്, അവരുടെ അടിത്തറ നഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ഡച്ചുകാരെ ലെന്തൻസ് എന്നും അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അടുത്ത കൂട്ടർ ആരാണ്? ഇംഗ്ലീഷുകാരാണ്. 1600-ൽ ഇന്ത്യയും ചൈനയുമായി കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. The English East India Company was formed in 1600 in England for trade with the countries like India and China. The English East India Company was formed in England in 1600 for trade with the countries like India and China. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നതിന് ശേഷം അവരുടെ ഏറ്റവും ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. സൂററ്റ് ഇൻ ഗുജറാത്ത് വാസ് ദി ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദി ഇംഗ്ലീഷ്. പിന്നീട് അവർ ധാരാളം കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ബോംബെ, ഇന്നത്തെ മുംബൈ, മദ്രാസ്, ചെന്നൈ, അതേപോലെ കൽക്കട്ട, ഇന്നത്തെ കൊൽക്കത്ത. അപ്പൊ ഏതൊക്കെയാണ് പിന്നീട് അവർ സ്ഥാപിച്ച കച്ചവട കേന്ദ്രങ്ങൾ? ബോംബെ, മദ്രാസ്, കൽക്കത്ത. ഈ വാണിജ്യ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിച്ച് അങ്ങനെ വളരെ വിശാലമായ കച്ചവട സൗകര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഒരുക്കി ഇംഗ്ലീഷുകാരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1600-ൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയും ചൈനയുമായി കച്ചവടം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കുന്നു. ആദ്യത്തെ ട്രേഡ് സെന്റർ ഗുജറാത്തിലെ സൂററ്റ് ആണ്. പിന്നീട് ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നീ സ്ഥലങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. ഇംഗ്ലീഷുകാരെ കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ഇവിടെ ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഇനി ഇംഗ്ലീഷുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ അല്ലെങ്കിൽ കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ഫ്രഞ്ചുകാരാണ്. ആരാണ് ഫ്രഞ്ചുകാർ? ഫ്രാൻസിൽ നിന്നുള്ളവരാണ് ഫ്രഞ്ചുകാർ. 1664-ൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുകയും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു. പുതുച്ചേരി, മാഹി, കാരക്കൽ ഇവയൊക്കെയായിരുന്നു ഫ്രഞ്ചുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ. പുതുച്ചേരി ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം. So the major trade centers of the French were Puducherry, Mahi and Karaikal. Puducherry was the headquarters of the French. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ആരെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇവരുടെ എല്ലാം വാണിജ്യ കേന്ദ്രങ്ങളെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ഈ വിദേശ ശക്തികളുടെ
വാണിജ്യ കേന്ദ്രങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാവരും ഈ ഔട്ട്ലൈൻ മാപ്പ് വളരെ വിശദമായിട്ട് ഒന്ന് നിരീക്ഷിക്കുക. ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പൊതുവിലുള്ള പ്രത്യേകതകൾ മനസ്സിലാവുന്നുണ്ടോ? ഭൂമിശാസ്ത്രപരമായിട്ട് ഇവയ്ക്ക് എന്താണ് പൊതുവായിട്ടുള്ള പ്രത്യേകത? ഒന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചേ. എന്താണ് ഇവിടെ പ്രത്യേകത? ഇവയെല്ലാം കടൽ തീരത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ കടൽ തീരത്തിനോട് ചേർന്ന സ്ഥലങ്ങൾ തന്നെ ഇവർ വാണിജ്യ കേന്ദ്രങ്ങളായി തിരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇവരുടെ വാണിജ്യപാത കടലിലൂടെയാണ് അല്ലെ? കച്ചവട സൗകര്യം, അതേപോലെ ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കടലിനോട് ചേർന്ന പ്രദേശങ്ങൾ തന്നെ, കടൽ തീരത്തോട് ചേർന്ന പ്രദേശങ്ങൾ തന്നെ ഇവർ വാണിജ്യ കേന്ദ്രങ്ങളാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ വാണിജ്യ കേന്ദ്രവും ഇന്ത്യയിൽ ഇന്ന് ഏത് സംസ്ഥാനത്ത് വരുന്നു എന്ന് കണ്ടെത്തി ഒരു പട്ടിക തയ്യാറാക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഈ ഔട്ട്ലൈൻ മാപ്പ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ഔട്ട്ലൈൻ മാപ്പ് നന്നായി നിരീക്ഷിച്ച് ഓരോ വാണിജ്യ കേന്ദ്രവും ഏത് സംസ്ഥാനത്ത് വരുന്നു എന്ന് കണ്ടെത്തി ഒരു പട്ടിക തയ്യാറാക്കുക. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെന്റ് യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൺ അബവ്. ക്യാൻ യു ഐഡന്റിഫൈ എനി കോമൺ ഫീച്ചർ ഓഫ് ദീസ് ട്രേഡ് സെന്റേഴ്സ്? In which state do these centers presently situate? Find out answer to these questions and write down it in your notebook. ഇപ്പോൾ കച്ചവടത്തിനായിട്ട് നമ്മുടെ നാട്ടിലെത്തിയ 4 കൂട്ടരുമായി ആരൊക്കെയാണ്? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഈ 4 കൂട്ടരും നമ്മുടെ നാട്ടിലുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു മത്സരം പ്രതീക്ഷിക്കാം. കച്ചവട ആധിപത്യം നേടുന്നതിനു വേണ്ടി ഇവർ പരസ്പരം മത്സരിച്ചു. They competed each other for monopolizing the trade. കച്ചവടം ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ 4 വിദേശ ശക്തികളും തമ്മിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ തുടക്കത്തിലെ 2 കൂട്ടർ പരാജയപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് കെട്ടിപ്പോയി നമ്മൾ കണ്ടു. ആരൊക്കെയാണ് അവർ? പോർച്ചുഗീസുകാരും ഡച്ചുകാരും ആദ്യം തന്നെ പരാജയപ്പെട്ട് പോയി. പിന്നീട് ആരൊക്കെയാണ് ബാക്കിയുള്ളത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. അപ്പൊ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഭയങ്കര മത്സരമായി. എന്തിനു വേണ്ടി? കച്ചവടാധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് were known as കർണാട്ടിക് വാർസ്. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ നടന്ന ഈ മത്സരത്തെ അല്ലെങ്കിൽ ഈ യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്? ഈ കർണാട്ടിക് എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ വച്ചിട്ടായിരുന്നു ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ യുദ്ധം നടന്നത്. അതുകൊണ്ട് ഈ യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. The war between the English and the French happened mainly in the Carnatic region, which includes the major regions of the present Tamil Nadu. So these battles were known as Carnatic Wars. ഈ കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയുണ്ടായി. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് നമ്മൾ മുഴുവൻ ഇംഗ്ലീഷുകാരെയാണ് കാണുന്നത്. ധാരാളം അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രംഗമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങുകയുമാണ്. ഇനി ആധിപത്യം വ്യാപിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് കർണാട്ടിക് വാർസ് അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്? ഈ കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് പരാജയപ്പെട്ടത്, ആരാണ് ജയിച്ചത്? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അധികാരം സ്ഥാപിക്കലാണ്. ആരാണ് അധികാരം സ്ഥാപിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷുകാർ. ഓക്കെ. കച്ചവട ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷുകാർ അവരുടെ അടുത്ത ലക്ഷ്യം ഇനി അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആദ്യത്തെ ലക്ഷ്യം ബംഗാളിൽ അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ്. Their inception was to acquire power in Bengal. ബംഗാളിൽ അധികാരം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് ബംഗാളിൽ അധികാരം സ്ഥാപിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാർ അധികം ആഗ്രഹിച്ചത്? എന്താണ് ബംഗാളിന്റെ പ്രത്യേകത? കാർഷിക സമൃദ്ധിയുള്ള പ്രദേശമാണ് ബംഗാൾ.
കൃഷികളാൽ സമ്പന്നം, ധാരാളം കച്ചവട വസ്തുക്കൾ അവർക്ക് ശേഖരിച്ചെടുക്കാം. കച്ചവട സൗകര്യം, ഈ കാർഷിക വസ്തുക്കളെല്ലാം തന്നെ ശേഖരിച്ച് കച്ചവടം നടത്താനുള്ള സൗകര്യം, ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചത്. അപ്പം അധികാരം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ ഏറ്റവും ആദ്യം ആഗ്രഹിച്ച സ്ഥലം ഏതാണ്? ബംഗാൾ. എന്തുകൊണ്ടാണ് ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിച്ചത്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവും. After gaining the monopoly of trade, the English East India Company focused on the acquisition of power in India. The company rule in India had its inception in Bengal. Agricultural prosperity and the convenient trade facilities prompted the company to capture power in Bengal. What were the factors that prompted the company to capture power in Bengal? Agricultural prosperity and the convenient trade facilities. അങ്ങനെ ബംഗാളിൽ അധികാരം സ്ഥാപിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബംഗാളിലെ അധികാരികളൊക്കെ ഉണ്ട്, അവിടെ രാജാവൊക്കെ ഉണ്ട്. ഈ ബംഗാളിലെ അധികാരികളെ തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. അന്നത്തെ ബംഗാളിൽ നവാബായിരുന്ന സിറാജുദ്ദൗളയെ 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. വളരെ ചരിത്രപ്രസിദ്ധമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. എങ്ങനെയാണ് ഈ പ്ലാസി യുദ്ധത്തിൽ പ്ലാസിയിൽ വെച്ച് നടന്ന യുദ്ധം ആയതുകൊണ്ടാണ് പ്ലാസി യുദ്ധത്തെ പ്ലാസി യുദ്ധം എന്ന് വിളിക്കുക. എങ്ങനെയാണ് ഈ പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയെന്ന് അറിയട്ടെ. സിറാജുദ്ദൗളയുടെ സൈന്യാധിപനായിരുന്നു മിർ ജാഫർ. ബ്രിട്ടീഷുകാരുടെ സൈന്യാധിപനായിരുന്നു റോബർട്ട് ക്ലൈവ്. ഈ റോബർട്ട് ക്ലൈവും മിർ ജാഫറും തമ്മിൽ ഒരു രഹസ്യധാരണയിൽ ഏർപ്പെട്ടു. എന്തായിരുന്നു ആ രഹസ്യധാരണ? മിർ ജാഫർ ഞങ്ങൾക്ക് വഴങ്ങി തരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു തരികയാണെങ്കിൽ മിർ ജാഫറെ ഞങ്ങൾ നവാബാക്കാം. ഇങ്ങനെ ഈ അധികാരം മോഹിച്ചുകൊണ്ട് മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് പരാജയം സമ്മതിച്ചു കൊടുക്കുകയും അങ്ങനെ വളരെ ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ സിറാജുദ്ദൗളയുടെ സൈന്യത്തെ നിശേഷം പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ രഹസ്യധാരണയിലൂടെയാണ് 1757 പ്ലാസി യുദ്ധം ഇംഗ്ലീഷുകാർ വിജയിക്കുന്നത്. ഇതുകൊണ്ട് ഈ 1757 പ്ലാസി യുദ്ധം വിജയിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ ബംഗാളിൽ തങ്ങളുടെ അടിത്തറ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തങ്ങളുടെ അടിത്തറ പാകാൻ ഈ യുദ്ധം കാരണമായി. The Battle of Plassey in 1757 laid the foundation stone of British in India. ഇനി മാത്രമല്ല 1764 ഒരു ബക്സാർ യുദ്ധം നടന്നു. ഈ ബക്സാർ യുദ്ധത്തിൽ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായ ഷൂജ ഉദ്ദൗള, ബംഗാളിലെ മുൻ നവാബായിരുന്ന മിർ കാസിം, ഇവരുടെയൊക്കെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സൈനിക ശക്തി അല്ലെങ്കിൽ സൈനിക ബലം ഉപയോഗിച്ച് പരാജയപ്പെടുത്തുകയും തങ്ങളുടെ ആയുധ ബലം ഉപയോഗിച്ച് പരാജയപ്പെടുത്തുകയും ബക്സാർ യുദ്ധവും കൂടി ജയിച്ചതോടുകൂടി ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗാളിൽ പൂർണ്ണമായിട്ടും അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ബംഗാളിലെ ബക്സാർ യുദ്ധം വിജയിച്ചതോടുകൂടി ബംഗാൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷുകാരുടെ അധികാരത്തിന് കീഴിലായി. അപ്പൊ 1757 പ്ലാസി യുദ്ധത്തിലൂടെയും 1764 ബക്സാർ യുദ്ധത്തിലൂടെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാൾ തങ്ങളുടെ അധികാരത്തിന് കീഴിലാക്കി. The British could succeed the Battle of Plassey through the secret alliance in which Robert Clive, the commander-in-chief of the British Army, forged with Mir Jafar, the commander-in-chief of Sirajuddaula. However, the success in Buxar was solely due to superior British military power. They defeated combined force of Shah Alam, the Mughal Emperor, Shuja Uddaula, the Nawab of Awadh, and Mir Qasim, the former Nawab of Bengal. അങ്ങനെ 1757 പ്ലാസി യുദ്ധത്തിൽ രഹസ്യധാരണയിലൂടെയും 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സൈനിക ബലത്തിലൂടെയും ബംഗാളിൽ അധികാരം സ്ഥാപിക്കുകയും ഇന്ത്യയിൽ അവരുടെ അടിത്തറ പാവുകയും ചെയ്തു.
കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഓർക്കാം. ഏറ്റവും ആദ്യം നമ്മൾ കണ്ടത് ഡച്ചുകാരുടെ വരവിനെ കുറിച്ചാണ്. നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഡച്ചുകാർ എന്ന് വിളിക്കുക. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ കൊല്ലം ആൻഡ് കൊച്ചി. കൊല്ലവും കൊച്ചിയുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ. പിന്നീട് ഹോർത്തൂസ് മലബാറിക്കസ്, എ ബുക്ക് ഓൺ ദി മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. കേരളത്തിലെ ഔഷധ സസ്യങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കസ്. ഇത് പുറത്തിറക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ വാൻ റീഡിനെ കുറിച്ച്, പിന്നീട് വാൻ റീഡിനെ സഹായിക്കാൻ വന്ന ഇട്ടി അച്യുതൻ വൈദ്യർ, ഇവരെയൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. പിന്നീട് 1741 കുളച്ചൽ യുദ്ധം. ഈ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മ രാജാവ്, തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ രാജാവും അതേപോലെ ഡച്ചുകാരും തമ്മിൽ. ഈ യുദ്ധത്തിൽ തിരുവിതാംകൂറിലെ ഒരു നാട്ടുരാജാവായ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഡച്ചുകാരുടെ അടിത്തറ ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നു. ഡച്ചുകാർക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്തായിരുന്നു അത്? ലെന്തൻസ്. ദേ വർ ഓൾസോ നോൺ ആസ് ലെന്തൻസ് അല്ലെങ്കിൽ ലെന്തക്കാർ. പിന്നീട് നമ്മൾ കാണുന്നത് ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ഏറ്റവും ആദ്യം അവരുടെ കച്ചവട കേന്ദ്രം സ്ഥാപിക്കുന്നത് ഗുജറാത്തിലെ സൂററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ദി ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ വാസ് സൂററ്റ് ഇൻ ഗുജറാത്ത്. മറ്റ് ട്രേഡ് സെന്റേഴ്സ്, മറ്റ് വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മുംബൈ, മദ്രാസ്, കൽക്കട്ട. പിന്നീട് ഇംഗ്ലീഷുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തുന്നത് ഫ്രഞ്ചുകാരാണ്. 1664 ഇൻ 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഏതൊക്കെയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കേന്ദ്രങ്ങൾ? പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, മാഹി, കാരക്കൽ. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പുതുച്ചേരിയിലായിരുന്നു. പിന്നീട് ഈ കച്ചവട കേന്ദ്രങ്ങൾക്കെല്ലാം, വിദേശ ശക്തികളുടെ കച്ചവട കേന്ദ്രങ്ങൾക്കെല്ലാം പൊതുവെ ഉണ്ടായിരുന്ന പ്രത്യേകത എന്താണ്? അതേപോലെ ഇതെല്ലാം കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു. ഇവയുടെ ഒരു പട്ടിക തയ്യാറാക്കാനുള്ള ഒരു അസൈൻമെന്റ് വർക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. പിന്നീട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ 4 വിദേശ ശക്തികളും തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. 2 പേര് ആദ്യം തന്നെ പരാജയപ്പെട്ടു. ആരൊക്കെയാണ് ആദ്യം തന്നെ പരാജയപ്പെട്ടത്? പോർച്ചുഗീസുകാരും ഡച്ചുകാരും. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം. ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള മത്സരത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയാണ്. ഇവർ തമ്മിലുള്ള മത്സരത്തിന് നമ്മൾ കർണാട്ടിക് വാഴ്സ് അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് കർണാട്ടിക് വാഴ്സ് അല്ലെങ്കിൽ കർണാട്ടിക് യുദ്ധങ്ങൾ ഇവരുടെ എന്ന് അറിയപ്പെടുന്നത്? ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു ഇവരുടെ ഈ യുദ്ധവേദി. അതുകൊണ്ടാണ് ആ യുദ്ധത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുക. പിന്നീട് കമ്പനി അധികാരം സ്ഥാപിക്കുന്നതാണ്. കമ്പനി അധികാരം സ്ഥാപിച്ചത് ഏറ്റവും ആദ്യം എവിടെയാണ്? ബംഗാളിലാണ്. എന്തുകൊണ്ടാണ് ബംഗാൾ കൈയടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്? അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ബംഗാൾ തന്നെ കീഴടക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കാൻ കാരണം എന്താണ്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യവും, അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിയും അതേപോലെ ട്രേഡ് ഫെസിലിറ്റി, കൺവീനിയന്റ് ട്രേഡ് ഫെസിലിറ്റീസ്. These are the 2 factors that prompted the company to acquire Bengal. പിന്നീട് നമ്മൾ കണ്ടത് ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഇവർ നടത്തിയ 2 യുദ്ധങ്ങളാണ്. 1757 ചരിത്രപ്രസിദ്ധമായ പ്ലാസി യുദ്ധവും 1764 ചരിത്രപ്രസിദ്ധമായ ബക്സാർ യുദ്ധവും. 1757 പ്ലാസി യുദ്ധത്തിൽ രഹസ്യധാരണയിലൂടെ ബ്രിട്ടീഷുകാർ ജയിക്കുമ്പോൾ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ബക്സാർ യുദ്ധം കൈവരിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കുന്നു. 1757 പ്ലാസി യുദ്ധം ജയിച്ചതോടെ ബംഗാളിൽ ഇംഗ്ലീഷുകാരുടെ അടിത്തറ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ അടിത്തറ പാകാൻ ആ യുദ്ധം ഇടയായി. 1764 ബക്സാർ യുദ്ധവും കൂടെ ജയിച്ചതോടുകൂടി ബംഗാൾ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷുകാരുടെ കയ്യിൽ ആകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി ചെറിയൊരു അസൈൻമെന്റ് വർക്കും കൂടെ തരികയാണ്. ബംഗാൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ബംഗാൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇത് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് കുറിച്ചു വെക്കണം. What were the factors that motivated the English East India Company to gain power in Bengal? What were the factors that motivated the English East India Company to gain power in Bengal?
ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കുട്ടികൾക്കെല്ലാം നന്നായി മനസ്സിലായി എന്ന് ടീച്ചർ പ്രതീക്ഷിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നന്നായി വായിച്ച് പഠിക്കുക. തന്നിരിക്കുന്ന വർക്കുകളെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഒന്നും കൂടി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ച് നല്ല മിടുക്കരായിട്ട് വീട്ടിലിരിക്കുക. ഓക്കെ, താങ്ക് യു.